നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ESIC-യിലേക്കുള്ള ജോലികളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ ESIC-യുടെ റിക്രൂട്ട്മെന്റ് 2022 നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുകയാണ്. 3500-ന് മുകളിൽ ഒഴിവുകൾ നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിലേക്കാണ് നിലവിൽ ഇപ്പോൾ ജോലി ഒഴിവുകൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. കേരളത്തിലും നിലവിൽ ഇപ്പോൾ ഒഴിവുകൾ അവൈലബിൾ ആണ്. വിവിധ തസ്തികകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. മിനിമം വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ള 10ാം ക്ലാസ് ആണ്. UDC, MTS, സ്റ്റെനോഗ്രാഫർ ഉൾപ്പെടെയുള്ള വേക്കൻസികൾ നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 25,500 രൂപ മുതൽ 81,100 രൂപ വരെ ശമ്പള സ്കെയിലുള്ള ജോലിയും കൂടെയാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ ജോലി ഒഴിവുകളുടെ നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ ESIC-യിലേക്കുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിലേക്ക് വിവിധ തസ്തികകളിലായിട്ട് ഇന്ത്യയിൽ ആകെ മൊത്തം 3500-ന് മുകളിൽ ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഓൺലൈനായിട്ടുള്ള അപേക്ഷകളാണ് ഇപ്പോൾ അവർ ക്ഷണിക്കുന്നത്. അപ്പർ ഡിവിഷൻ ക്ലർക്ക്, UDC, സ്റ്റെനോഗ്രാഫർ, അതോടൊപ്പം തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, MTS എന്നീ തസ്തികകളിലേക്കാണ് നിലവിൽ ഇപ്പോൾ അവർ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. എല്ലാ തസ്തികകളിലേക്കുമുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ടാണ് ക്ഷണിക്കുന്നത് എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേക്കൻസിയുടെ ഒരു ഡീറ്റെയിൽഡ് ചാർട്ടാണ് നമുക്കിപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ആകെ മൊത്തം 3500-ന് മുകളിൽ ഒഴിവുകൾ അവൈലബിൾ ആണെങ്കിൽ പോലും സ്റ്റേറ്റ് വൈസിലുള്ള ഒരു ഡീറ്റെയിൽ ചാർട്ടാണ് നമുക്കിപ്പോൾ നൽകിയിട്ടുള്ളത്. ചെക്ക് ചെയ്യുന്ന സമയത്ത് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് UDC-യിലേക്ക് 7 വേക്കൻസിയും, സ്റ്റെനോയിലേക്ക് 2 വേക്കൻസിയും, MTS-ലേക്ക് 26 വേക്കൻസിയും, ആകെ മൊത്തം 35 വേക്കൻസിയാണ്. ബീഹാറിലേക്ക് ആകെ മൊത്തം 96 വേക്കൻസി, ഛത്തീസ്ഗഡിലേക്ക് 41 വേക്കൻസി, ഡൽഹിയിലേക്ക് 557 വേക്കൻസി, ഗോവയിലേക്ക് 26 വേക്കൻസി, അഹമ്മദാബാദിലേക്ക് 269 വേക്കൻസി, ജമ്മു കാശ്മീരിലേക്ക് 9 വേക്കൻസി, ഹരിയാനയിലേക്ക് 185 വേക്കൻസി, ഹിമാചൽ പ്രദേശിലേക്ക് 44 വേക്കൻസി, ജാർഖണ്ഡിലേക്ക് 32 വേക്കൻസി, കർണാടകയിലേക്ക് 282 വേക്കൻസി, കേരളത്തിലേക്ക് 130 വേക്കൻസി, മധ്യപ്രദേശിലേക്ക് 102 വേക്കൻസി, മഹാരാഷ്ട്രയിലേക്ക് 594 വേക്കൻസി, നോർത്ത് ഈസ്റ്റ് റീജിയണിലേക്ക് 18 വേക്കൻസി, ഒഡീഷയിലേക്ക് 74 വേക്കൻസി, പുതുച്ചേരിയിലേക്ക് 14 വേക്കൻസി, പഞ്ചാബിലേക്ക് 188 വേക്കൻസി, രാജസ്ഥാനിലേക്ക് 187 വേക്കൻസി, തമിഴ്നാട്ടിലേക്ക് 385 വേക്കൻസി, തെലങ്കാനയിലേക്ക് 72 വേക്കൻസി, ഉത്തർപ്രദേശിലേക്ക് 160 വേക്കൻസി, ഉത്തരാഖണ്ഡിലേക്ക് 27 വേക്കൻസി, വെസ്റ്റ് ബംഗാൾ ആൻഡ് സിക്കിമിലേക്ക് 320 വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം 3847 വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ചാർട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതുമാണ്. ആകെ മൊത്തം 130 വേക്കൻസിയാണ് നിലവിൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ സ്റ്റേറ്റിലേക്കുമുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽഡ് ചാർട്ട് അടങ്ങിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാൻ സാധിക്കുന്നതാണ്. ആകെ മൊത്തം 130 വേക്കൻസി ആണെങ്കിൽ പോലും UDC-യിലേക്ക് 66 വേക്കൻസിയും, സ്റ്റെനോഗ്രാഫറിലേക്ക് 4 വേക്കൻസിയും, MTS-ലേക്ക് 60 വേക്കൻസിയുമാണ് ഉള്ളത്. ഡീറ്റെയിൽഡ് ചാർട്ട് അവരൊരു റിസർവേഷൻ ബേസിസ് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ദയവായിട്ട് അതുകൂടെ ചെക്കിങ് കൂടെ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് UDC അതോടൊപ്പം തന്നെ സ്റ്റെനോഗ്രാഫർ എന്നീ തസ്തികയിലേക്കുള്ള പേ ലെവലായിട്ട് പറഞ്ഞിരിക്കുന്നത് പേ ലെവൽ 4 ആണ്. 25,500 രൂപ മുതൽ 81,100 രൂപ വരെ ശമ്പള സ്കെയിലുള്ള ജോലിയും കൂടെയാണ്. അതോടൊപ്പം തന്നെ MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് പേ ലെവൽ 1 ആണ്. 18,000 രൂപ മുതൽ 56,900 രൂപ വരെ ശമ്പള സ്കെയിലുള്ള ജോലിയും കൂടെയാണ്. ഡീറ്റെയിൽഡ് ചാർട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അതുകൂടെ ചെക്കിങ് കൂടെ ചെയ്യുക.
അതുപോലെ തന്നെ ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുടെ ഡീറ്റെയിൽസ് ചെയ്യുന്ന സമയത്ത് UDC അപ്പർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി യോഗ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രി യോഗ്യതയോ അതിനോട് തത്തുല്യ യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫീസ് സൂട്ട്സിലും ഡാറ്റാബേസിലുമുള്ള പരിജ്ഞാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കുന്നതാണ്. ഡീറ്റെയിൽഡ് ചാർട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്, അതുകൂടെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത തസ്തികയിലുള്ള സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 12ാം ക്ലാസ് അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനോട് തത്തുല്യ യോഗ്യതയും റെക്കഗ്നൈസ്ഡ് ബോഡിയിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സ്കിൽ ടെസ്റ്റിന്റെ നോംസും അവർ നൽകിയിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ ചെക്ക് ചെയ്യുക. ഈ യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസോ അതിനോട് തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നും ഈ യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കുന്നതുമാണ്. ഓരോ തസ്തികയിലേക്കുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ഡീറ്റെയിൽഡ് ചാർട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രായപരിധി ഏജ് ലിമിറ്റായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് UDC ആൻഡ് സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് മിനിമം 18 വയസ്സ് മുതൽ മാക്സിമം 27 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് 15 ഫെബ്രുവരി 2022 MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം 18 വയസ്സ് മുതൽ മാക്സിമം 25 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് 15 ഫെബ്രുവരി 2022 വരെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവർ ഏജ് റിലാക്സേഷനും അപ്പർ ഏജ് ലിമിറ്റിന്റെ ഏജ് റിലാക്സേഷനും അവർ നൽകുന്നുണ്ട്. നിങ്ങൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും PWD കാൻഡിഡേറ്റ്സിനും അവർ ഏജ് റിലാക്സേഷൻ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന് നൽകുന്നുണ്ട്. നിങ്ങൾ ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ള ഏജ് റിലാക്സേഷന്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടെ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ യാതൊരു വിധമായ അപേക്ഷാ മെത്തേഡും അവർ സ്വീകരിക്കുന്നതല്ല. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് അവർ ESICയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 15 ഫെബ്രുവരി 2022. അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് കൂടി ഓർപ്പിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ അവർ ചോദിച്ചിട്ടുള്ള റെലവൻറ്റ് ഡോക്യുമെന്റുകളും സർട്ടിഫിക്കറ്റുകളും എല്ലാം ഉൾപ്പെടെ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്ന് കൂടി ഓർപ്പിക്കുന്നു. അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നൽകിയിട്ടുണ്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഡോക്യുമെന്റുകളാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാൻ നൽകേണ്ടത്, അതിന്റെ ഫോർമാറ്റ്, സൈസ് എന്നിവ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാനും സാധിക്കുന്നതാണ്. അത് പരിപൂർണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അവർ നൽകിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടി ശ്രമിക്കുക. കാരണം നിങ്ങൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റുകളോ സർട്ടിഫിക്കറ്റുകളോ മിസ്സാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്ന കാറ്റഗറിയിൽ വെച്ചിട്ട് റിജക്ട് ചെയ്യുന്നതാണ്. അത് ഒഴിവാക്കാനാണ് നിങ്ങൾ ഓർപ്പിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്കൊരു അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ SC/ST PWD ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സോ ഫീമെയിൽ കാൻഡിഡേറ്റ്സോ അല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 250 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓൾ അതർ കാൻഡിഡേറ്റ്സിന് ബാക്കിയുള്ള എല്ലാ കാറ്റഗറീസിലും പെട്ട കാൻഡിഡേറ്റ്സിന് 500 രൂപയുമാണ് അപേക്ഷാ ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ വഴിയാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ പേയ്മെന്റ് ഗേറ്റ്വേ വരുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷാ ഫീസ് അടയ്ക്കാനും സാധിക്കുന്നതുമാണ്. അതിന് ഡീറ്റെയിൽഡ് ഗൈഡ് ലൈൻസ് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. അത് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം പേയ്മെന്റ് നടത്താൻ കൂടെ ശ്രമിക്കുക. അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം എലിജിബിൾ ആയുള്ള കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനായിട്ട് റിട്ടൺ എക്സാമിനേഷൻ അവർ നടത്തുന്നതായിരിക്കും. എക്സാമിനേഷന്റെ സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഓരോ തസ്തികയിലേക്കുമുള്ള സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ സിലബസിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷന്റെ സെന്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സെന്റർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. കറക്റ്റ് എക്സാക്ട് നിങ്ങൾക്ക് സെന്റർ ഏതാണ് വരുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് അവർ കോൾ ലെറ്റർ നൽകുന്ന സമയത്ത് കോൾ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനെ നോക്കി വേണം നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൂടി ചെക്ക് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വെച്ച് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്ന് കൂടി ഓർപ്പിക്കുന്നു. കാരണം നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ അവർ നടത്തുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വഴിയും ഇമെയിൽ ഐഡിയും അതോടൊപ്പം തന്നെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയുമായിരിക്കും. അതുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടെ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.